ഹായ് ഫ്രണ്ട്സ്, കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള ചെറിയൊരു തിരക്കുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു പുതിയൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങളിലും കൂടി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഓൾറെഡി ഒരു ഇതുണ്ടെന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ പുതിയ ക്ലാസ്സിൽ നിന്നാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ മുന്നേ ഇവിടെ നിന്ന് 1-2 വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഒരു കരാട്ടെ ട്രെയിനിങ് സെൻ്ററാണ്. എൻ്റെ ഫ്രണ്ടാണ് ഇത് നടത്തുന്നത്. പുള്ളി തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. പുള്ളിയുടെ സ്വന്തം ട്രെയിനിങ് സെൻ്ററാണ്. അപ്പോൾ ഇവിടെ ആഴ്ചയിൽ 2 ദിവസം നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ക്ലാസ് നടത്തുന്നുണ്ട്. ഇപ്പം MMA ട്രെയിനിങ് ആണ്, മിക്സ്ഡ് മാർഷൽ ആർട്സിൻ്റെ ട്രെയിനിങ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത മാസം മുതൽ കുങ്ഫുവിൻ്റെ ഒരു ട്രെയിനിങ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മൾ എറണാകുളം ജില്ലയിൽ വൈറ്റില ഹബിൻ്റെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു ഏരിയ. എരിയൂർ എന്നാണ് ഇതിൻ്റെ ഈ ഒരു ഏരിയനെ പറയുന്നത്. അപ്പോൾ ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഉള്ളവർ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിനു മുമ്പ് ചാനലിൽ പലരും എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ കാര്യം വീഡിയോയിൽ പറയുന്നത്. ഞാൻ കോൺടാക്റ്റ് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ കുങ്ഫുവിൽ ബോഡി സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കണ്ടീഷനിങ് മൂവ്മെൻറ്റുകളാണ്, ഓൾ ബോഡി കണ്ടീഷനിങ് മൂവ്മെൻറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ബേസ് മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മാറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. മാറ്റ് ഇല്ലാതെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ജസ്റ്റ് ഇതുപോലെ ഒരു ബെഡാണ്, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നമ്മൾ കിടക്കുന്ന ബെഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് ആദ്യത്തെ മൂവ്മെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രൗണ്ടിലൊക്കെ അത്യാവശ്യം ഒരു മണലൊക്കെ ഉള്ള ഒരു ഗ്രൗണ്ടിലൊക്കെ ആണെങ്കിൽ ഫ്ലോർ ഹാർഡായിട്ടുള്ള ഫ്ലോർ അല്ലാത്ത ഭാഗം നിങ്ങൾക്ക് ഇതൊന്ന് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബേസ് മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ജസ്റ്റ് ഇതൊന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ഇത് ഈ ഒരു സർഫേസിന് അടുത്തായിട്ട് ഇതുപോലെ തന്നെ ഇരിക്കുക. ഇനി ഇവിടെ നിന്ന് ജമ്പ് ചെയ്തിട്ട് ഫുൾ ബോഡി ലെങ്ത്തിൽ താഴേക്ക് വീഴുവാണ്. നമ്മൾ പുഷപ്പ് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ജമ്പ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് ജസ്റ്റ് ഒന്ന് വീഴുക. അപ്പം ഇത് കുറച്ച് തവണ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളൊരു ആദ്യമായിട്ട് ചെയ്യുമ്പം കുറച്ച് പേടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ബെഡ് ഉപയോഗിച്ചത്. അപ്പോൾ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു മണൽ ഉള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ബീച്ചിലൊക്കെ പോകാൻ സൗകര്യമുള്ളവരാണെങ്കിൽ അത്യാവശ്യം ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് നന്നായിട്ട് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതിന് ശേഷം ഇത് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ഹൈറ്റ് കൂട്ടാൻ ശ്രമിക്കുക. ഇപ്പം ഇവിടെ ബെഡിലാണ് ചെയ്യുന്നതെങ്കിൽ അത് നോർമലി താഴെ കൂടി ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് ഒരു ജമ്പിങ്ങിന് ഒരല്പം ഹൈറ്റ് കൂട്ടി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതില്ലാതെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ഇതുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മാറ്റ് ഇല്ലാതെ ഫ്ലോറിൽ വരുവാണെങ്കിൽ ഈ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു പൊസിഷനിലാണ് നിന്നത്. ഇനിയിപ്പോൾ നമ്മൾ മാറ്റിൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് ഇവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് വിടണം. ഓക്കെ, ഇതിലേക്ക് ഒരുമിച്ച് കൈയും കാലും 2 സൈഡിലേക്ക് വിട്ടുകൊണ്ട് ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഇതുപോലെ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നോർമലി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു അല്പം കൂടി ഹൈറ്റ് കൂട്ടി കൊടുത്ത് നോക്കാം. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ഇവിടെ ഒന്ന് നോക്കാം. നമ്മൾ ഹൈറ്റിന് ഇവിടെ ഇതുപോലെ 2 ഒബ്ജക്റ്റ് വെക്കുന്നുണ്ട്, ഒരല്പം ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കൂടി അപ്പുറത്തേക്ക് സെയിം ഇതേ മൂവ്മെൻറ്റ് തന്നെ. അപ്പം ഇതുപോലെ തന്നെ വരിക. നിങ്ങൾ ആദ്യത്തെ ലെവലിൽ താഴെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം മാത്രം ഒരു ഹൈറ്റ് ഇത്തിരി കൂട്ടുക. പ്രാക്ടീസ് ആയതിനു ശേഷം ഇവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കൂടി ഹൈറ്റ് ഒരു അല്പം കൂട്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഉയരുന്ന രീതിയിൽ. അപ്പോൾ ഇതുപോലെ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ബോഡിക്ക് ഒരു റോള് കൂടി കൊടുത്ത് ശ്രമിക്കാം. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കാം. ഇതൊരല്പം കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സെയിം ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ജമ്പ് ചെയ്ത് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ബോഡി റോൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് നന്നായിട്ട് 2 സൈഡും ഇതുപോലെ തിരിച്ച് അങ്ങോട്ടും ഇതുപോലെ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ജമ്പ് ചെയ്തത് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു റോയിൽ ജമ്പ് ചെയ്തിട്ട് അറ്റം വരെ കണ്ടിന്യൂസ് ജമ്പ് ചെയ്ത് പോകുന്നു. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് കൂടെ നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ തന്നെ ഇരിക്കുക. ഇനി ഇവിടെ നിന്ന് തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ ജമ്പ് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഡൗൺ ചെയ്യുക. ഇനി ഇവിടെ നിന്ന് വീണ്ടും ഒന്ന് ക്ലോസ് ചെയ്യുക. അടുത്ത മൂവ്മെൻറ്റ് വരുമ്പോൾ ഇവിടെ നിന്ന് ജമ്പ് ചെയ്യാം. ഇതുപോലെ വീണ്ടും ക്ലോസ് ചെയ്യാം, ജമ്പ് ചെയ്യാം. ഹൈറ്റ് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹൈറ്റ് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വിധത്തിൽ. അപ്പം നിങ്ങൾ നോർമലി ചെയ്യുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ ഹൈറ്റ് കുറച്ചൊന്ന് ജെർക്ക് ചെയ്ത് പോകാം. നിങ്ങളിങ്ങനെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മളൊരു ഇത്തിരി ഹൈറ്റ് കൂടുന്ന സമയത്ത് മാത്രം ഇതുപോലെ ഒരു ഒബ്ജക്റ്റിന് മുകളിൽ കൂടി ജമ്പ് ചെയ്യാൻ നോക്കാം. നോർമലി ചെയ്യുമ്പോഴത്തേക്കും താഴെ തന്നെ ചെറിയ മൂവ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. അപ്പോൾ ഇത്തവണ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ
പാരലായിട്ട് നേരെ ബോഡി ഒരു സൈഡിലേക്ക് തന്നെ പോയത്. ഇനി ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ടേൺ വരുന്ന പോലെ നമ്മൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ജമ്പ് ചെയ്യുന്ന സമയത്ത് ടേൺ ചെയ്തിട്ട് ഓപ്പോസിറ്റിലേക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഇവിടുന്ന് നമ്മൾ ആദ്യത്തെ ഒരു ജമ്പ് ചെയ്യുന്നു, ഇവിടുന്ന് ബോഡി ക്ലോസ് ചെയ്യുന്നു. ഇനി അടുത്തൊരു ജമ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ബോഡി നേരെ ഓപ്പോസിറ്റിലേക്ക് ആക്കുക. ലെഗ് ഈ സൈഡിലും ഹെഡ് അപ്പുറത്തെ സൈഡിലും വരുന്ന രീതിയിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യണം. ഇങ്ങനെ ഓപ്പോസിറ്റ് ചെയ്യുക, വീണ്ടും ഡൗൺ ചെയ്യുക, ഇവിടുന്ന് ഓപ്പോസിറ്റ്. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നോർമലി പുഷപ്സ് എടുക്കുന്നവരായിരിക്കണം. പുഷപ്സ് നല്ല രീതിയിൽ എടുക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ട്രെയിനിങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കാണാമല്ലോ, നമ്മൾ ജമ്പ് ചെയ്ത് കൈ കുത്തുമ്പോഴത്തേക്കും കൈക്കൊക്കെ നല്ല സ്ട്രെങ്ത് ഇല്ലെന്നുണ്ടെങ്കിൽ റിസ്റ്റിനൊക്കെ നല്ല ഇഞ്ചുറി സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോർമലി നല്ല രീതിയിൽ പുഷപ്സ് എടുത്ത് ബോഡി നല്ല സ്ട്രെങ്ത് ആക്കുക. അതിനുശേഷം ഇതുപോലുള്ള ടെക്നിക്കുകൾ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.